അത്യാവശ്യം കൊച്ചി മച്ചാനും കൂടി ഫ്രാങ്ക് ചെയ്താണ് ഈ സംഭവത്തിൽ ഞാനില്ല. ഫ്രാങ്ക് ചെയ്താണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദിലീപന്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പ്രിൻസ് ഫാമിലിയുടെ പരിപാടിക്ക് പോയപ്പോൾ അപ്പൊ അലിൻ ജോസ് പേടിച്ചോടിയതല്ല, അഭിനയമായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ടൈം വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പാടാന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലിയ വലിയ അത് തെറ്റാണ് ചെയ്തത്. കാര്യം ആ ടൈം പാടാന്ന് വിളിച്ചപ്പോൾ തന്നെ ഇവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ വായിൽ ബിരിയാണി ഉണ്ടായിരുന്നു. അത് ആ ടൈമിന്റെ മുഖത്ത് വെച്ച് അതിന്റെ ദേഷ്യം തീർത്താണ് ഈ കൊച്ചി മച്ചാനെ വെച്ചിട്ട് ഇളക്കി പരിപാടി ചെയ്തത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്. ഇവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ആട്ടായത്തിന്റെ മുഖത്താണ് ഇവന്റെ ബിരിയാണി. അപ്പൊ അത് തെറ്റായി പോയി കാര്യം ചെയ്തത്. കാര്യം ഇവനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട്ടായന്റെ ഇടയിൽ ചെന്ന് പറഞ്ഞ് ഈ ഗെറ്റ് ഔട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്ക് ആട്ടായത്തിന്റെ മുഖത്ത് തെറ്റ് നിന്റെ വായിലുള്ള സംഭവം. അതൊരു പ്രതികാരമായിട്ട് സംഭവിച്ചത്. കാരണം അന്ന് ഓടിയിലാണെന്നെങ്കിൽ എനിക്ക് സ്റ്റേഷനിൽ പോകേണ്ടതാണ്. കാരണം നമ്മൾ ഈ വയലൻസ് പരിപാടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരിക, അതാണ് ഓടിയത്. ചെയ്ത് കഴിഞ്ഞാൽ ആള് ഡേഞ്ചറാ. അവനൊന്നും പറ്റരുത്, എനിക്കും ഈ സ്റ്റേഷനിലേക്കൊന്നും പോകാൻ. പിന്നെ തിരിച്ച് ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യാൻ. ഞങ്ങൾക്ക് 2 സിനിമ വന്നിട്ടുണ്ട്. കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ദുബായ് പുറത്ത് പോകാനുള്ള പരിപാടി വന്നിട്ടുണ്ട്. അപ്പോൾ പേര് പറയണ്ട റിയാക്ഷൻ വീഡിയോ ഞാൻ റിയലി മറ്റേ ഡേഞ്ചറെ കുറിച്ച് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എത്ര പേരടിച്ച് അല്ലേടാ മൂക്കിന്നൊക്കെ ചോര വന്നിട്ടുണ്ട്. ഞാനിവരോട് പറഞ്ഞു ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. അല്ല ഞാൻ കണ്ടു, ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു. അവനൊന്ന് പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഓടിയതാണ്. അമ്മയെന്ന് വിളിച്ചല്ലോ. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഒരുപാട് പെമ്പിളേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ മീശ പിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ അലിൻ ജോസ് പെരേരയുടെ മീശ ഞങ്ങൾക്കൊന്ന് പിരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നനഞ്ഞ മുണ്ടിടുന്ന ശരിക്കും പോരും. ഇത് ഭയങ്കര ലെവലില്ല. പക്ഷെ ആണുങ്ങളെ പോലെ താടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില്ല. മീഡിയക്കാർക്ക് മിക്കവർക്കില്ല. അപ്പൊ നമ്മ അത് പറയുന്നത് ചില ആൾക്കാർക്ക് വരില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല വേറൊരു കാര്യം നമുക്ക് പക്ഷേ ഫെയിം ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫൈറ്റ് എനിക്ക് പേടി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യാറ്. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചത്തു. കാരണം ഞാൻ ഒരു അഭിനയിച്ചാണ് വന്നപ്പോഴേ ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോ എന്റെ മനസ്സുകൊണ്ട് ശാന്തമായിരുന്നു. കാരണം ഞാനാണ് അടിച്ചത്. കാരണം മേരിക്കൊണ്ട് കുഞ്ഞാളെ ദിലീപേട്ടനെ പോലെ അഭിനയിച്ചായിരുന്നു. എല്ലാത്തിനും അടിപൊളിയായിട്ട്. എവിടെയെങ്കിലും അടിയിട്ടായിരുന്നു ഇങ്ങനെ അഭിനയിക്കരുത്. ആൾക്കാര് ഇത് കേട്ടവൻ തിരിച്ചു വന്നാലോ കൊച്ചിക്കാരൻ? അടിച്ചു പൊളിച്ചോ? എന്നാലും വന്നാൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി നോക്കുന്നുണ്ട്. കാരണം മോശമുള്ള പരിപാടി ചെയ്യുന്നത്. കാരണം ഞാൻ പറയാനുള്ളത്, എന്നെയും ഇപ്പൊ ഇവനെയൊക്കെ ഈ സിനിമാ പ്രോഗ്രാമിൽ പോകുമ്പോൾ ധൈര്യമായിട്ട് കേട്ടാൽ മറ്റേ ഈ കൊച്ചിക്കാരനെയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നെ മാത്രമല്ല, വേറെ ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. കാരണം ഒരു ഡേഞ്ചറാണ്. ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഡേഞ്ചറസ് സാധനങ്ങളാണ്. അല്ല പെരേര ഡെയിലി ബിരിയാണിയെ ഒരു ദിവസം കഴിക്കുന്ന കേൾക്കുന്നുണ്ടല്ലോ. കഴിക്കാൻ പറ്റുന്നില്ല. പ്രോഗ്രാമല്ലേ ഒരുപാട്. അതുകൊണ്ട് എനിക്ക് ഡയറ്റിലാണോ? ഡയറ്റിലാണ്. കാരണം മറ്റേ കഴിക്കാൻ പറ്റില്ല. പ്രോഗ്രാമല്ലേ. അവിടെ നിന്നപ്പോ വയറ് കത്തി പോകണ്ടെന്ന് പറഞ്ഞു കുറെ പേര്. വയറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വയറിനുള്ള കളി ഇപ്പൊ തുടങ്ങാൻ പോവാ. അടികിട്ടി തൂറി എന്നൊക്കെ പറയുന്നത് സത്യമാണ്.
അടി കിട്ടിയില്ലല്ലോ, ഓടിച്ചിട്ടില്ലല്ലോ. ഓടിച്ചിട്ടപ്പോ ഞാൻ ഓടി. പിന്നെ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചാണ്. ക്യാമറ എന്തായാലും മാറി. പിന്നെ ഞങ്ങൾക്ക് ദുബായിലൊക്കെ പോകണം. അപ്പൊ എന്തെങ്കിലും കേസ് ഉണ്ടായി മലേഷ്യയിലൊക്കെ പോകണം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് പോലീസുകാർ പറഞ്ഞു. അത് പോട്ടർ പണ്ടായിരുന്നു. നീ ഇത് പറ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ പറഞ്ഞാൽ ഞങ്ങളത് ഇടൂലെന്ന് പറയണം. കാരണം സിനിമാക്കാരെക്കാട്ടും കൂടുതൽ പ്രോഗ്രാം അലഞ്ചൂസ് പേരൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ ടിനി ടോം ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ, സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് ലോകം മുഴുവൻ നിങ്ങൾ അറിഞ്ഞില്ല. ചില വർക്കുകൾ അഭിനയിക്കണില്ലേ അതെ 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 ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ക്യാരവൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഡയലോഗ് പക്ഷെ ആൾക്കാരില്ല, നേരിട്ട് കാണുമ്പോൾ അടിക്കാൻ വരുന്നുണ്ടല്ലോ. എന്താ ഒരാളല്ലേ നേരിട്ട് കാണാൻ, അല്ലാണ്ട് ചില ആൾക്കാരെ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ. PM-ന് കയറട്ടെ, പെണ്ണുങ്ങൾ പെൺപിള്ളേരോ മെസ്സേജ് കയറട്ടെ, മോശമായിട്ട് മെസ്സേജ്. കാരണം അത് മോശമായിട്ട് തിരിച്ചു പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യം. ചില ആൾക്കാർക്ക് സ്നേഹമുണ്ട്. അതെ അതെ. ചിലർക്ക് മാന്യമായിട്ട് ചില ആൾക്കാർ ഇവനെ കെട്ടിപ്പിടിച്ച് നിൽക്കാറുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം ചില അല്ല, പക്ഷെ ആ വീഡിയോയിൽ കാണുമ്പോഴേ പേടിച്ചിട്ട് അതിനകത്ത് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പേടിച്ച് തൂറി വന്നപ്പോ ആക്ടിംഗ് അല്ലേ. അതായത് അല്ല, പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ ബെസ്റ്റ് ആക്ടർ എന്ന് തന്നെ പറയാം. ബെസ്റ്റ് ആക്ടറിലെ മമ്മൂട്ടി ചെയ്തില്ലേ, പേടിയായിട്ട് അഭിനയിക്കില്ലേ, അതാണ്. ഈ പിന്നെ ഞാൻ മറ്റേ ഗുണ്ടകളുടെ സ്ഥലത്തേക്ക് ഇവനെ പാർപ്പിക്കാൻ പോവാം. അവരായിട്ടുള്ള ഇടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവന് ഇനി ഒരു വരവുണ്ട് അല്ലടാ. അത് ഒരു മാസമായിട്ടുള്ള വരവലി. അപ്പൊ ആരും നമ്മൾ ഉപദ്രവിക്കാൻ വന്നാലും നമ്മൾ ക്യാമറ നോക്കില്ല. അത് ഇവന് ചരിത്രമുണ്ട്. 10ാം ക്ലാസ് വെച്ച് ഒരു കൊച്ചിന്റെ ഇടി പേടി. അപ്പൊ ഇവന്റെ അമ്മ ആരെങ്കിലും ഒരു ചരടിട്ടുണ്ട്, ഇവര് പെട്ടെന്ന് ദേഷ്യം വരാണ്ടിരിക്കും. ഈ പെരക്കില്ലേ പേടി കൊണ്ട് തലയത്ത് മുടിയൊക്കെ പോകുന്നുണ്ട് സംശയം. ഹെൽമെറ്റ് പപ്പയ്ക്ക് കഷണ്ടി ഉണ്ടല്ലോ, പപ്പയ്ക്ക് കഷണ്ടി ഉണ്ടല്ലോ. എന്റെ ഞാൻ കണ്ടായിരുന്നു പുള്ളിയുടെ മുടി പോയിട്ടുണ്ട്. അപ്പൊ എന്റെ പപ്പയ്ക്ക് അതുകൊണ്ടാണ് എനിക്ക് വന്നത്. എന്തായാലും നമ്മളെ തളർത്താൻ നോക്കുന്നവർക്ക് വിജയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുണ്ട്, സിനിമയുണ്ട്, പേര് പറയുന്നത്. ഈ മുടി പോയാൽ